നിനക്കും മക്കൾക്കും ജീവിതം തന്നൊരാൾ ഞാൻ. വാവ്, നായകനാണ്, നമ്മുടെ ഹീറോ ആണ്. കാരണം 2 കുട്ടികളുള്ള ഒരു സ്ത്രീനെ ആര് സ്വീകരിക്കും? ഞാൻ ഇറങ്ങിപ്പോരുന്നത് എൻ്റെ മൂത്ത കുഞ്ഞിനെ കത്രിക വെച്ച് പിച്ചുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇത് കടന്നു തുടങ്ങിയപ്പോഴാണ്. കാരണം എൻ്റെ മക്കൾ കഴിഞ്ഞിട്ടേ എനിക്ക് ആരും. എൻ്റെ തൊട്ടപ്പുറത്ത് കിടന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ഫോൺ വീഡിയോ കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പെണ്ണല്ലേ, എന്നോട് തോന്നേണ്ടതല്ല എൻ്റെ ഭർത്താവിനോട്. അത് എൻ്റെ മോൻ അത് ഫോണിൽ കണ്ട് എൻ്റെ അടുത്താണ് വന്ന് പറയുന്നത്, അമ്മ ഇങ്ങനെ ഞാൻ ഫോണിൽ കണ്ടു ഒരു ചേച്ചി ഉടുപ്പില്ലാതെ സ്വന്തം മോനെ ബൈക്കിൽ ഇരുത്തിയിട്ട് അച്ഛൻ പോയി പാൻപരാഗ് വാങ്ങുക എന്നൊക്കെ പറയുന്നത് ഈ കുട്ടി കണ്ടു വളർന്നുകൊണ്ടിരിക്കുക. ലവ് മാരേജ് ആണെങ്കിൽ പോലും എൻ്റെ ഡിസിഷൻ ആയിരുന്നു എന്ന് എനിക്ക് പറയാം. ഇത് എൻ്റെ വീട്ടുകാർ ജാതകം നോക്കി വീട്ടുകാർ അന്വേഷിച്ച് പിടിച്ച് എന്നെ കല്യാണം കഴിപ്പിച്ചതാണ്. അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു 2 കുട്ടികളാവുന്നവർ എന്തിനാ നിന്നേ. എന്ത് തെറ്റുകൊണ്ടാണെങ്കിൽ പോലും ഒരാളെന്നെ തല്ലുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് എന്ത് അധികാരമാണെന്ന് എനിക്ക് വേദനിപ്പിച്ചിട്ടല്ലല്ലോ ഒരാളെന്നെ നമ്മൾ നമ്മുടെ സ്വന്തമാക്കി നിർത്തുക എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവരും പറയും നമുക്ക് ഫിസിക്കൽ നീഡ്സിന് വേണ്ടിയിട്ടാണ് ഒരു പാർട്ട്ണർ. ഒരിക്കലല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഷെയർ ചെയ്യാൻ ഒരാൾ വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് നിന്നൊരു ജീവിതകാലം മുഴുവൻ സർവൈവ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരാളേ അല്ല. ഈ ബന്ധം അവസാനിപ്പിക്കാൻ നേരത്തെ പറഞ്ഞത് നീ നിന്റെ മക്കൾ പറയുന്നതേ കേൾക്കുള്ളൂ, അതുകൊണ്ടാണ് ഈ ബന്ധം ഇങ്ങനെ ആയത്. ഞാൻ ഈ ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് കൂലിപ്പണിക്ക് പോയാലും ജീവിക്കാം, നാളെ ഞങ്ങൾ എന്ത് കഴിക്കും എന്ന് ചിന്തിച്ചിരുന്ന ഒരു പോയിന്റ് വരെ ഉണ്ടായിട്ടുണ്ട്. അന്ന് എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. 18 വയസ്സുള്ള ഒരു മോൻ എന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ഗാർഡിയൻ എന്ന് ഞാൻ അവനെ പറയുള്ളൂ. എനിക്കൊരു നല്ല പാർട്ട്ണറെ കിട്ടിയിട്ടില്ല എൻ്റെ ലൈഫിൽ. പക്ഷെ എൻ്റെ മക്കൾ നല്ല പാർട്ട്ണറായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വളർത്തിയത്, നല്ല മകനായിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു എൻ്റർപ്രണറാണ് മീനു. നമസ്കാരം. നമസ്കാരം. കൺമഷി എന്ന ഹെയർ ഓയിലിൻ്റെ ബ്രാൻഡ് തുടങ്ങി. ഇപ്പം അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ സെയിലും പോയി. അത് ഹെയർ കണ്ടറിയാം. പക്ഷെ ഞാൻ ഇത് ഹെയർ ഓയിലാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ സംസാരിച്ചതിന് ശേഷം ഇന്ന് രാവിലെ മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രൊഫൈൽ ചെക്ക് ചെയ്യപ്പോഴാണ് ഞാൻ ഇന്നലെ ശരിക്കും സംസാരിക്കുന്നത്. ഒരു സിംഗിൾ വുമൺ അല്ലെങ്കിൽ ഒരു സിംഗിൾ മദർ നേരിടുന്ന കുറേ സ്ട്രഗിൾസ് ഇന്നലെ ഒരു കുഞ്ഞു ഡയലോഗിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്ന അച്ഛനമ്മമാർ. അത് അച്ഛനമ്മമാരും ഉണ്ട്. ഇപ്പോൾ പ്രത്യേകത എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഇക്ലിപ്പെടുത്തുന്ന ഒരു ഫീലാണ്. ഇത് കാമുകൻ അല്ലെങ്കിൽ കാമുകി ചേർന്ന് മക്കളെ ഉപയോഗിക്കുക. അത് എഴുതാൻ എല്ലാവർക്കും ഒരു വലിയ അമ്മയുടെ ഒക്കെ ഒരു ഡയലോഗ്, അച്ഛൻ്റെ ഒരു ഡയലോഗ്, ഇങ്ങനെ നീട്ടിപ്പിടിച്ച ഡയലോഗുകളാണ്. ഇതിനുള്ളിലൊരു സ്ത്രീ ആ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സഫറിങ് ഉണ്ട്. അത് ഇന്നലെ നല്ല വ്യക്തമായിട്ട് എഴുതി. 2 മക്കളുടെ അമ്മയായ. അപ്പം ശരിക്കും ലൈഫ് അത്ര ടഫായിരുന്നു? അയ്യോ, ആയിരുന്നോ എന്നൊരു ചോദ്യം ഇല്ലേ അവിടെ. ടഫായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലല്ല, ഞാനൊരു 11 വർഷത്തിന് മുന്നെയാണ് സെപ്പറേറ്റ് ആവുക എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത്. ആ ഒരു സമയത്ത് ആ ഡിസിഷൻ തന്നെ തെറ്റാണ്. എല്ലാവരും നമ്മുടെ സൊസൈറ്റിയിലേ തെറ്റാണ്. എന്ത് വന്നാലും സഹിക്കുക, ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സഹിക്കുക, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ്. അറിയാം. ആ ഒരു സമയത്ത് എൻ്റെ വീട്ടിൽ എനിക്ക് ഈ ബന്ധം തുടരാൻ പറ്റില്ല, നമുക്ക് എന്തിനും സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ ആ ഒരു ബോർഡർ എത്തിയപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് പോരുമ്പോൾ ഈവൻ എനിക്ക് എൻ്റെ വീട്ടുകാരുടെ പോലും സപ്പോർട്ട് കിട്ടിയിട്ടില്ല ആ സമയത്ത്. പിന്നെ അവർ സപ്പോർട്ട് ചെയ്തു, കാരണം എൻ്റെ ഭാഗത്തായിരുന്നു ശരി എന്നൊരിത് വന്നവരെ സപ്പോർട്ട് ചെയ്തു. അതിന് മുന്നേ എനിക്കില്ല ഈ സപ്പോർട്ട്. അപ്പോൾ ഞാൻ അടുത്ത തീരുമാനം തൊട്ടേ കുട്ടികൾ വളർന്നു വരുന്നവരെ എനിക്കത് സ്ട്രഗിൾ തന്നെയായിരുന്നു. 2 മക്കൾ എത്ര വയസ്സുള്ളവരാ? മൂത്താൾക്ക് 18 വയസ്സ് കഴിഞ്ഞു, രണ്ടാമത്തെ ആൾ 13 വയസ്സ് കഴിഞ്ഞു. കണ്ടാ പറയില്ല അമ്മ അത്ര വലിയ കുട്ടികളെ. ഞാനും ഇന്നലെ 2 പ്രാവശ്യം എടുത്തു നോക്കി, ഇനി ഒരു ആൾ തന്നെയാണോ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഒരു 11 വർഷം എന്ന് പറയുമ്പോൾ തന്നെ, ഇപ്പം മോന് 18 വയസ്സെന്ന് പറയുമ്പോൾ 10, 9 വയസ്സിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനും സമാന ചിന്താഗതിക്കാർ നമ്മുടെ ഒപ്പം കൂടാനും ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മൾക്കിത് നമ്മളുടെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ 1, 2 പേര്, അതും പേടിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച സ്ത്രീകളായിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സിൽ നിന്നൊക്കെ കേൾക്കുന്നത് എന്തോ വലിയ അപരാധം ചെയ്തവർ. ആ തെറ്റിന് സ്മാർത്ഥ വിചാരത്തിൻ്റെ ഒക്കെ വേറൊരു വേർഷനായിട്ടാണ് പരിഗണിക്കുന്നത്. എല്ലാം ബ്ലെയിമിങ്ങും സ്ത്രീകളിലേക്കാണ് വരുന്നത്. ഉറപ്പായിട്ടും. അപ്പം നമ്മൾ ആ കാലഘട്ടം മാറി. പക്ഷെ ഇന്ന് വരുമ്പോൾ ഒരുപാട് ഡിവോഴ്സുകൾ. ഇപ്പം ഡിവോഴ്സ് അല്ലല്ലേ? അല്ല, ഞാൻ സെപ്പറേറ്റ് 11 വർഷം 12ാമത്തെ വർഷം. ഇപ്പം ഒരു സ്ത്രീ വരുന്നു, അവൾക്ക് കല്യാണം കഴിക്കണ്ടെന്ന് ഇപ്പം പറയുന്നു. പിന്നീടുള്ള സ്ത്രീകൾ പറയുന്നു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം അല്ലെങ്കിൽ നോക്കിക്കോളാം. പിന്നെ പല സ്ത്രീകളും ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പം പണ്ടത്തെ അമ്മമാരുടെ ന്യായം മക്കളെ ഓർത്താണ് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് അവരില്ല, ന്യായമില്ല. സ്ത്രീകൾക്ക് പണിയാനിരുന്നുണ്ട്, ഇറങ്ങിപ്പോരുമ്പോൾ ആ ധൈര്യമില്ല. പക്ഷെ ഇന്ന് ആ ധൈര്യം ആർജിച്ചെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതിലേക്കുള്ളൊരു യാത്ര എങ്ങനെയായിരുന്നു? ഞാൻ ഇറങ്ങിപ്പോരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂത്ത കുഞ്ഞിനെ
കത്രിക വെച്ച് പിച്ചുക അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇത് കടന്നു തുടങ്ങിയപ്പോഴാണ്. കാരണം ഞാൻ എൻ്റെ മേൽ വരുന്ന എന്ത് വേദനയും സഹിക്കും, പക്ഷെ കുട്ടികൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രയോറിറ്റി അവരാണ്. അപ്പം എൻ്റെ കുട്ടീനെ ഉപദ്രവിക്കണു എന്നൊരു സ്റ്റേജിൽ അത് എത്തിയപ്പോഴാണ് എനിക്ക് ആ ബന്ധം വേണ്ടെന്ന് വെക്കേണ്ടി വന്നത്. പക്ഷെ എൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, സൊസൈറ്റിയിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നല്ല ഇമേജാണ്. കാരണം എനിക്ക് കംപ്ലീറ്റ് ഫ്രീഡം ആണ്, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, ഇഷ്ടമുള്ളിടത്തേക്ക് പോവാം. ഇതിൻ്റെ ഉള്ളിൽ ഞാനും ഈ വ്യക്തിയും തമ്മിൽ ആ വീടിൻ്റെ ഉള്ളിൽ പരസ്പരം സംസാരം പോലും ഇല്ല എന്നുള്ളത് ഞങ്ങളുടെ ഉള്ളിൽ മാത്രമുള്ള കാര്യമാണ്. ഒരുതരം നാർസിസ്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ ആ വീട്ടിലുള്ളത് ഒരിക്കലും ആളെന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. ഓക്കെ, ഞാൻ നല്ല ടോക്റ്റീവായ ആളാണ്. അതേമാതിരി ഞാൻ എക്സ്പ്രസീവാണ്. സ്നേഹമാണെന്നുണ്ടെങ്കിലും ദേഷ്യം, സങ്കടം എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സംസാരിക്കണം. ഈവൻ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ നമ്മളോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരാളെന്ന് പറയുമ്പോൾ ഒരു പരിധിയിൽ കൂടുതലാകുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അതിൻ്റെ ഇടയിൽ കൂടെ പോൺ വീഡിയോസിന് അഡിക്റ്റ് ആയിരുന്നു ആൾ ഭയങ്കരമായിട്ട്. അപ്പോൾ എൻ്റെ മോൻ അത് ഫോണിൽ കണ്ട്, മൂത്ത മോൻ കണ്ട് എൻ്റെ അടുത്താണ് വന്ന് പറയുന്നത്, അമ്മ ഇങ്ങനെ ഞാൻ ഫോണിൽ കണ്ടു ഒരു ചേച്ചി ഉടുപ്പില്ലാതെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഞാനാണെങ്കിൽ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ അറിയാം. അന്ന് ഞാൻ എന്തായി കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ പുറത്ത് ഞാൻ വഴക്കാണ് ഉണ്ടാക്കിയത്. കാരണം എന്നെ സംബന്ധിച്ച കുട്ടികളാണ് എല്ലാം. അപ്പോൾ അവരുടെ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും അവർ നാശമായി പോകുന്ന ഒരു കാര്യത്തിലേക്ക് അവർ പോകരുത് നിൽക്കേണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് വഴക്കുകൾ തുടങ്ങുന്നതും. അതുവരെയും സൈലൻ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് പറ്റുന്നില്ല, കാരണം കുട്ടികൾ ഇത് കാണുന്നു. പിന്നെ അപ്പോൾ ഈ മോൻ എന്നോട് ഇത് വന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിലാണ് ആൾ കുട്ടീനെ കത്രിക വെച്ച് പിച്ചുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ മാനസിക രോഗമുള്ള ഒരാളായിരുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് മരുന്ന് കഴിച്ചാൽ ഒരു കുഴപ്പമില്ലാതെ വീട് നോക്കും. അത് നമ്മൾ ഉള്ളത് പോലെ പറയണല്ലോ, ആൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഈ വക സൈഡായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെ തന്നെ ദേഹോപദ്രവം ചെയ്യോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആൾക്ക് ഈ മരുന്ന് കഴിക്കാതെ അസുഖം വന്നു കഴിഞ്ഞാൽ എക്സ്ട്രീമാണ് ഉപദ്രവം. അപ്പോൾ മരുന്ന് നമ്മളറിയാതെ അവർ മുടക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം അടിക്കുക, ഹാൻഡ്സ്, പാൻപരാഗ് സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഡോക്ടർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ യൂസ് ചെയ്യരുത്. പക്ഷെ നമ്മൾ എത്ര നോക്കിയാലും സൈഡ് കൂടെ ഇത് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് അതിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലവ് മാരേജ് ആയിരുന്നു? ഒരിക്കലല്ല, അറേഞ്ച്ഡ് മാരേജ്. എവിടെയാണ് നാട്? എവിടെയാണ്? തൃശ്ശൂരാണ്. അതാണ് എനിക്ക് ലവ് മാരേജ് ആണെങ്കിൽ പോലും എൻ്റെ ഡിസിഷൻ ആയിരുന്നു എന്ന് എനിക്ക് പറയാം. ഇത് എൻ്റെ വീട്ടുകാർ ജാതകം നോക്കി വീട്ടുകാർ അന്വേഷിച്ച് പിടിച്ച് എന്നെ കല്യാണം കഴിപ്പിച്ചതാണ്. അപ്പോൾ എനിക്ക് ഇത് കല്യാണത്തിന് ശേഷമാണോ ഇങ്ങനെ അറിഞ്ഞത്? ആൾക്ക് 3 മാസമായപ്പോൾ തന്നെ അറിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു 2 കുട്ടികളാവുന്നവർ എന്തിനാ നിന്നേന്ന്. ന്യായമാണ് കേട്ടോ ആ ചോദ്യം. പക്ഷെ ഞാൻ ആദ്യം 3 മാസമായപ്പോൾ എൻ്റെ അച്ഛൻ അപ്പം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് തീരുമാനിക്കാം, വേണ്ടാന്ന് വയ്ക്കണമെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം, അച്ഛൻ കൂടെ നിൽക്കാം. എൻ്റെ അച്ഛൻ പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. പക്ഷെ അപ്പം എനിക്ക് 19 വയസ്സാണ്. ഞാൻ ചിന്തിച്ചത് അസുഖമല്ലേ, മോശം സ്വഭാവം അങ്ങനെയൊന്നല്ലല്ലോ, വയ്യായികയല്ലേ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു അസുഖം വന്നാലും ആൾ നോക്കേണ്ടതല്ലേ. അപ്പോൾ മരുന്ന് കഴിച്ച് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കാൻ ഞാൻ റെഡി ആയിരുന്നു. എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതങ്ങനെയാണ് അത് 8 വർഷത്തോളം പോയത്. പക്ഷേ 2ാമത്തെ കുട്ടിയായ ശേഷം ആൾ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒപ്പം ഈ ലഹരി യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കത് ദേഹോപദ്രവമായി തുടങ്ങി. കാരണം ആളുടെ അസുഖത്തിനൊരു മാറ്റവും ഇല്ല. പിന്നെ നമുക്ക് ആൾക്കും കൂടി തോന്നണം ഇത് മാറി എനിക്ക് നല്ലൊരു ഫാമിലി ലൈഫ് വേണം എന്നൊരു ചിന്ത ആൾക്കും കൂടി വേണം. പിന്നെ എൻ്റെ കൂടെ ആൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ആൾ കുട്ടീനെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ സ്വന്തം മോനെ ബൈക്കിൽ ഇരുത്തിയിട്ട് അച്ഛൻ പോയി പാൻപരാഗ് വാങ്ങുക എന്നൊക്കെ പറയുന്നത് ഈ കുട്ടി കണ്ടു വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കുട്ടി എന്നോട് വന്ന് പറയുന്നത് അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അച്ഛൻ ഇത് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവനോട് ദേഷ്യമായി, അമ്മയ്ക്കെല്ലാം ഒറ്റി കൊടുക്കണമെന്നുള്ള പോലെ. അതാണ് കുട്ടീനെ ഉപദ്രവിക്കുന്നത്. ആ സ്റ്റേജ് വരെ എത്തിയപ്പോൾ പിന്നെ എനിക്ക് തോന്നി ജീവിക്കാൻ കുറേ വഴികളുണ്ട്, നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോവാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് കൂലിപ്പണിക്ക് പോയാലും ജീവിക്കാം. ഒരു അന്നത്തെ കാലത്തോട്ടാ, എനിക്കതറിയില്ല, ഞാൻ ചിന്തിച്ചത് ശരിയാണോ എനിക്കറിയാം. ഞാൻ ആലോചിച്ച് കോൺക്രീറ്റ് പണിക്ക് സിമെൻറ്റ് കൂട്ടി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ അന്നിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, 700 രൂപ കൂലിയുണ്ട്. മൈക്കാട് അങ്ങനെ പറയാം. അപ്പം ഞാൻ വിചാരിച്ചു ആഴ്ചയിൽ 6 ദിവസം ജോലിക്ക് പോയാൽ സൺഡേ എനിക്ക് ലീവ് കിട്ടും. ഈ 6 ദിവസത്തെ കൂലി മൊത്തം കൂട്ടി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നല്ല പൈസ ഉണ്ടാവും. 2 മക്കളെ നോക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ 7ാമത്തെ ദിവസം ഞായറാഴ്ച എനിക്ക് എൻ്റെ പിള്ളേരോട് സമയം കിട്ടും. ഇതൊക്കെ ഇരുന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് അപ്പോഴും ഈ ബന്ധം എങ്ങനെ അവസാനിപ്പിക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. കാരണം പുറമെ നിന്ന് കാണുന്നവർക്ക് എന്നെ ദേഹോപദ്രവം ചെയ്യില്ല എൻ്റെ ഹസ്ബൻഡ്. എനിക്ക് ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല, ഫിനാൻഷ്യലി കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. പിന്നെ എന്ത് കാരണം പറഞ്ഞിട്ടാണ് ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് ഇറങ്ങുക? ഒരു പോൺ വീഡിയോ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ളവരും പറയുന്നത് അത് എല്ലാ ആണുങ്ങളും ചെയ്യുന്നതാണ്. എല്ലാ ആണുങ്ങളും ചെയ്യുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് അതിഭീകരമായിട്ടുള്ള കാഴ്ചയാണ്. അന്നൊക്കെ നമ്മുടെ മെമ്മറി കാർഡ് ഇടുന്ന മൊബൈലാണ്. അപ്പോൾ ഈ മെമ്മറി കാർഡ് ഫുൾ ഇതാണ്, മുഴുവനായിട്ട് ഇതാണ്. അപ്പോൾ അത് എൻ്റെ കുട്ടികൾ കാണുന്ന ഒരു സ്റ്റേജ് വരെ എത്തുക എന്ന് പറയുമ്പോൾ ഒരമ്മ എന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലി അന്വേഷിച്ചിട്ട് ദുബായി പോവാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് എനിക്കൊരു ജോലി അന്വേഷിക്കേണ്ട ആവശ്യമില്ല.
ഫാമിലി നോക്കുന്ന മനുഷ്യനായിരുന്നു, ഫാമിലി നോക്കും. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഭാര്യനെ എങ്ങനെ നോക്കണ്ടേ, മക്കളോട് എങ്ങനെയാ, ഒരു മക്കൾക്ക് അച്ഛനെ ഏറ്റവും വലിയ ഉദാഹരണം അച്ഛൻ അല്ലേ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അച്ഛൻ എങ്ങനെയോ അങ്ങനെ കണ്ടിട്ടാണ് മക്കൾ വളരുക. ഹീറോ ആണ് അച്ഛൻ. ആ അച്ഛൻ തന്നെ അച്ഛൻ്റെ ഫോണിൽ പോൺ വീഡിയോസ് കുട്ടികൾ കാണുക, അച്ഛൻ കുട്ടികളുടെ വണ്ടിയിൽ പോകുമ്പോൾ കുട്ടികളെ ഇരുത്തിയിട്ട് പാൻപരാഗ് മേടിക്കുക, വെള്ളം അടിച്ച് വീട്ടിൽ വരിക, ഇതൊക്കെ ഒരു കുട്ടികൾ കാണുമ്പോൾ ഹീറോ അല്ലല്ലോ, തീർന്നില്ലേ അവിടെ. അപ്പൊ എനിക്ക് എൻ്റെ ഒറ്റ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ ഇദ്ദേഹത്തെ കണ്ട് വളരണ്ട, 2 ആൺകുട്ടികളാണ്, എനിക്ക് അതേ ഉള്ളൂ, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ആവശ്യം. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കൂടെ പഠിച്ചവർ പുറത്തുണ്ടായിരുന്നു, അവരോട് ഞാൻ പറഞ്ഞു, അവർക്കറിയാം, വളരെ കുറച്ച് പേർക്കാണ് എൻ്റെ പ്രശ്നങ്ങൾ അറിയാം. കാരണം ഈ എൻ്റെ കല്യാണം കഴിഞ്ഞ് പോയി 3ാമത്തെ മാസം തന്നെ മാനസിക രോഗമാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ഒക്കെ ആയി. അപ്പം ഞാൻ കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള കണക്ഷനൊക്കെ വിട്ടു, ഞാൻ ഭയങ്കരമായിട്ട് ഒതുങ്ങി. അപ്പോൾ ആരായിട്ടും കോണ്ടാക്ട് ഉണ്ടായില്ലേ ഞാൻ. പിന്നെ നമ്മൾ പതുക്കെയാണ് ഈ ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ വഴി നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ആയിട്ട് ഒരു കണക്ഷനായിട്ട് വന്ന സമയത്ത് ഇങ്ങനെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്ക് മാറി നിൽക്കണം. ഞാൻ എപ്പോഴും ഡിവോഴ്സ് എന്നോ ഇല്ലെങ്കിൽ സെപ്പറേഷൻ എന്നോ ചിന്തിക്കുന്നില്ല, എനിക്കിവിടെ നിന്ന് മാറി നിൽക്കണം, എനിക്കിവിടുന്ന് മാറണം. കാരണം ഓപ്പണായി പറഞ്ഞാൽ എൻ്റെ തൊട്ടപ്പുറത്ത് കിടന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് പോൺ വീഡിയോ കാണുകയാണ്. അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പെണ്ണല്ലേ, എന്നോട് തോന്നേണ്ടതല്ല എൻ്റെ ഭർത്താവിനോട് അത്. അപ്പോൾ ഇത് പല കുടുംബങ്ങളിലും പലർക്കും പല സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു വേദന എന്നാന്ന് വെച്ചാൽ ഫോൺ വീഡിയോ മാത്രമല്ല, തിരിഞ്ഞു പോലും നോക്കാണ്ട് ഞാൻ ഒരുപാട് പേരുടെ കേട്ടിട്ടുണ്ട്. അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നും പരിഗണിക്കത്ത് പോലും ഇല്ല. അപ്പം 5, 6, 7 മാസം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. സത്യം നമ്മളോർക്കും നമ്മുടെ സ്മെല്ലിന് ഇഷ്ടമല്ലേ, നമ്മൾ ഓരോ ദിവസം ഓരോ ഫ്രാഗ്രൻറ്റ് ടെസ്റ്റ് ചെയ്യും, പൗഡർ മാറും, നമ്മൾ പല്ലൊരു 5 തവണ തേക്കും. അതായത് നമ്മൾക്കറിയില്ല, ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി നിൽക്കാൻ നോക്കും ഏറ്റവും നല്ല രീതിയിൽ നിന്ന്. അപ്പം നമ്മൾ തന്നെ ചോദിക്കും നമ്മുടെ പ്രശ്നമാണോ അത് സംസാരിക്കണം. ഇത് പല സ്ത്രീകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മളിലേക്കാണ് ഇൻസെക്യൂരിറ്റി മുഴുവൻ സത്യമായിട്ട് അടിപ്പിക്കുന്നത്. കാരണം മറ്റു പുറമേ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഭാഗ്യവതികളാണ്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു റൂമിൽ സംസാരിക്കുക പോലും ഇല്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു, അമ്മയും കൂട്ടുകാരനും ചേർന്ന്, ആ വേർഡ് പോലും ഞാൻ കളയുന്നു, കാമോ എന്നുള്ള, കൂട്ടുകാരനും ചേർന്ന് കുഞ്ഞിനെ ദ്രോഹിച്ചു. അപ്പം 12 വയസ്സായി. അപ്പോൾ ഇത് നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനാണ് കൺമഷി എഴുതിയിട്ടത്. അതിനകത്തൊരു വരി ഇങ്ങനെയായിരുന്നു, എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ പറയുന്നതാണ് കേൾക്കുന്നത് കൂടുതലും, അതുകൊണ്ട് എൻ്റെ ആളോട് 4 മാസം മുന്നേ പാക്കപ്പ് ചെയ്തോളാൻ പറഞ്ഞു, 9 മാസം പാക്കപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ അന്ന് എടുത്തൊരു തീരുമാനമുണ്ട്. അതായത് ഇപ്പം ഈ കട്ടിലേ കിടന്ന് നമ്മളെ ബ്ലെയിം ചെയ്യുന്നൊരു സമയമുണ്ട്. അതിൽ നിന്ന് മാറി നമ്മൾ ബ്ലെയിം അല്ല എന്ന് പറയാനുള്ളൊരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സ്ലഗ് ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു മാറ്റം അതെങ്ങനെയായിരുന്നു? ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയി എന്നുള്ളതാണ്. എൻ്റെ ധൈര്യത്തിൻ്റെ ആദ്യത്തെ റീസൺ, ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ ജീവിക്കുന്നു, അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നു, അത് രാവും പകലും ഇല്ലാതെ പണിയെടുക്കണം, ജീവിക്കണം. അപ്പം അത് തരുന്ന ധൈര്യം ഭയങ്കര വലുതാണ്. കാരണം ഒരാണപ്പുറത്തില്ലെങ്കിലും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത ആളാണ്. 6 ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം കുട്ടികളെ അടിപൊളിയായി എല്ലാ ദിവസവും നോക്കാം. അപ്പോൾ എൻ്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 ദിവസം എനിക്ക് പണി ഉണ്ടാവും എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് ഞാൻ പോരാൻ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയാലും നമുക്കൊരു ജോലി ഉണ്ടായാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് കുട്ടികളോടെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയല്ല ലൈഫ്. ഇപ്പം എല്ലാവരും പറയും നമുക്ക് ഫിസിക്കൽ നീഡ്സിന് വേണ്ടിയിട്ടാണ് ഒരു പാർട്ട്ണർ എന്ന്. ഒരിക്കലുമല്ല. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ സങ്കടമാണെങ്കിലും ഇല്ലെങ്കിൽ സന്തോഷമാണെങ്കിലും വീട്ടിലെ കാര്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഷെയർ ചെയ്യാൻ ഒരാൾ വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും, ശരിയല്ലേ? തീർച്ചയായും. കാരണം നമുക്കൊരു പാർട്ട്ണർ വേണം. അതൊരു കാമുകനാവാം, ചിലപ്പോൾ നല്ല ഫ്രണ്ടാവാം, ഓക്കെ. എന്നാലും ഫ്രണ്ടിനേക്കാളും കൂടുതൽ നമുക്കൊരു പാർട്ട്ണർ തന്നെ വേണം, ഇല്ലേ? സങ്കടം വരുമ്പോൾ നമുക്ക് തലവെക്കാൻ ഒരു ഷോൾഡർ വേണം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് നിന്ന് ജീവിതകാലം മുഴുവൻ സർവൈവ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരാളേ അല്ല. കാര്യം ശരിയാണ്, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, ഞാൻ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ഇപ്പോൾ പോലും ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയി 9 മാസമായിട്ട് പോലും ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒറ്റയായി പോയല്ലോ തോന്നും. എനിക്ക് ഇത് പറയുമ്പം ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ ലേറ്റ് മാരേജ് കഴിഞ്ഞവരുടെ, അതായത് മക്കൾ തന്നെ അമ്മമാരെ കെട്ടിക്കുന്ന, അച്ഛന്മാരെ കെട്ടിക്കുന്ന. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അവരെ മനസ്സിലാക്കുന്ന മക്കളുള്ള എനിക്കറിയില്ല. ഞാൻ എന്തുകൊണ്ടാണ് അത്തരം ആളുകളെ തേടിപ്പോയി ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ വീട്ടിൽ ഞാനത് അനുഭവിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ച, എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ്. അച്ഛൻ മരിച്ച ഒരു അവസ്ഥയിലാണ് എനിക്ക് മനസ്സിലാവുന്നത്
ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ ആരായിരുന്നു എന്നത്. അതുവരെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ മാത്രമാണ്. എനിക്കെപ്പോഴും അച്ഛൻ ഡിപ്പെൻഡൻ്റ് ആണ്, അമ്മയ്ക്ക് ഭർത്താവ്. പക്ഷെ ആ അച്ഛൻ മരിച്ച രാത്രിയിലാണ് എനിക്ക് തിരിച്ചറിയുന്നത് ഒരു സ്ത്രീക്ക് ആരാണ് ഒരു പുരുഷൻ എന്ന്. അന്ന് എനിക്ക് ഭയങ്കര പ്രശ്നമായിപ്പോയി. എൻ്റെ അമ്മേനെ നന്നായിട്ട് നോക്കണം. ഞാൻ ഒറ്റ കാര്യം അമ്മേനോട് പറഞ്ഞോളൂ, അച്ഛൻ നോക്കാൻ പറ്റുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റില്ല, പക്ഷേ ഏറ്റവും നന്നായിട്ട് കണ്ണീന്ന് കണ്ണീര് വരാതെ നോക്കാൻ സാധിക്കാമെന്ന് പറഞ്ഞു. അതിന്നും ഞാൻ ഈ നിമിഷവും ഞാൻ പ്രൗഡായിട്ട് തന്നെ പറയുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ അമ്മേനെ ഇടയ്ക്ക് വിളിച്ച് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് കൊണ്ടുപോകും. എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്താള് 18 വയസ്സ്. 18 വയസ്സുള്ള ഒരു മോൻ എന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ഗാർഡിയൻ എന്ന് ഞാൻ അവനെ പറയുള്ളൂ. അവൻ എൻ്റെ അടുത്ത് അമ്മ ഇത് വേണ്ട അല്ലെങ്കിൽ അമ്മ ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സെക്കൻഡ് തോട്ട് ഇല്ല, ചെയ്യില്ല. കാരണം അത് എൻ്റെ ലൈഫിലേക്ക് തെറ്റാവും എന്ന് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഞാൻ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒരു 4 വർഷം മുന്നേ 4-4.5 വർഷം മുന്നെയാണ് ഉണ്ടാകുന്നത്. സമയത്ത് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് അവരോടാണ്, ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അവൻ ആ വ്യക്തിയോട് പോയി, ആ വ്യക്തിയും അവനോടാണ് പറയുന്നത്, ഇങ്ങനെ അമ്മേനെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ മോൻ ആളോട് പറഞ്ഞ ഒരൊറ്റ കാര്യം, എൻ്റെ അമ്മ കുറേ കരഞ്ഞതാണ്, കരയിക്കരുത്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവരെ നോക്കണമെന്നോ ഇല്ലെങ്കിൽ അവർക്ക് അച്ഛനാവണമെന്നോ ഒരിക്കലും അല്ല. എൻ്റെ അമ്മ കുറേ കരഞ്ഞതാണ്, എൻ്റെ അമ്മേനെ ഇനി കരയിക്കരുത്, അത്ര മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ആ ബന്ധം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഫിസിക്കൽ അബ്യൂസുകൾ ഉണ്ടായി തുടങ്ങി. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകളായിരിക്കാം, ഞാൻ മുഴുവനായിട്ടൊന്നും ഒരാളെ ബ്ലെയിം ചെയ്യില്ല. എന്ത് തെറ്റുകൊണ്ടാണെങ്കിൽ പോലും ഒരാളെ തല്ലുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരാളും നമ്മളെ തല്ലരുത്, തല്ലുകൊണ്ട് നിൽക്കേണ്ട. അതിന് മാത്രം തെറ്റുകൾ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള 100% എനിക്ക് ഉറപ്പുണ്ട്. ഈവൻ ചെയ്തിരുന്നാൽ പോലും ഈ ബന്ധം വേണ്ട എന്ന് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ആ വ്യക്തിക്കുണ്ട്. അല്ലേ, ഇറങ്ങിപ്പോവാം അന്തസ്സായിട്ട്, നിൻ്റെ കൂടെ എനിക്ക് തുടരാൻ പറ്റില്ല എന്നുകൊണ്ട് ഇറങ്ങിപ്പോവാം. അല്ലാതെ എന്നെ തല്ലിച്ചതയ്ക്കുക എന്ന് പറയുന്നതൊരു ഓപ്ഷനല്ല, ഭയങ്കരമായിട്ട്. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം നമ്മളതിനെ അഡിക്റ്റാണ് ഒരാൾ. ഈവൻ എനിക്ക് ഇവരുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പോലും അയാൾക്ക് മാനസികമായിട്ട് അയാൾ പ്രശ്നത്തിലിരിക്കുന്ന സമയത്ത് മാത്രമേ തല്ല് കിട്ടിയിട്ടുള്ളൂ. നോർമലായിരിക്കുന്ന സമയത്ത് ആ വ്യക്തി എന്നെ തല്ലിയിട്ടില്ല. നമ്മൾ എല്ലാം പറയുമ്പോൾ എല്ലാം നല്ല കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഫസ്റ്റ് ടൈമാണ് നമ്മളെന്നെ ഒരാൾ ഒരു ദയയില്ലാതെ നമ്മളെ തല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ വേണ്ടാന്ന് വെക്കാം, ഈ ബന്ധം ശരിയാവില്ല. കാരണം നോവുമ്പോൾ ആർക്കായാലും തോന്നില്ലേ. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ വ്യക്തി നമ്മളോട് പറയുന്ന, നിന്നെ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് നീ എന്നോട് കൺവിൻസിങ്, മാനിപ്പുലേഷൻ. അപ്പോൾ നിന്നെ അത്ര ഇഷ്ടമായതുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത്, എനിക്ക് വിഷമായതുകൊണ്ടാണ് ഞാനതിൽ കൺവിൻസ്ഡ് ആവുകയാണ്. അപ്പോൾ എന്നെ ആദ്യമൊക്കെ തല്ലിയായിരുന്നു എൻ്റെ കുട്ടികൾക്ക് അറിയില്ല, മൂത്ത മോൻ അറിയില്ല. അപ്പോൾ ഫസ്റ്റത്തെ ഫേസിലൊക്കെ പാടൊക്കെ വന്നപ്പോൾ ഇവൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീണതാണ്, സ്കൂട്ടിയിൽ നിന്ന് വീണതാണ്. ഓക്കെ, ഞാൻ നുണ പറയില്ല എന്ന് ഭയങ്കര വിശ്വസിക്കുന്ന കുട്ടികളത്. അവരോട് ഞാൻ ഒരു കാര്യം ഹൈഡ് ചെയ്യില്ല വിശ്വസിച്ചു. പിന്നെ അവർക്കത് മനസ്സിലായി തുടങ്ങി. വീട്ടിൽ വഴക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഇവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ അത് മാനിപ്പുലേഷനാണ്, വിട്ടേക്ക്, വേണ്ട. അമ്മയുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, ആളുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, അതും പറയുന്നുണ്ട്. രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരാളിനെ ദേഹോപദ്രവം ചെയ്യുക എന്നുള്ളത് ഒരു സൊല്യൂഷനല്ല. അത് എന്ത് അധികാരമാണെന്ന് എനിക്ക്. ഇപ്പൊ നമ്മൾ പോലും പറയാം, അച്ഛനമ്മമാർ 2 അടി കൊടുത്താൽ പിള്ളേര് നേരെ ആവും. നമുക്ക് ആർക്കാണ് ഇതിന്റെ ഒരു അധികാരമുള്ളത്? ഞാൻ എൻ്റെ കുട്ടികളെ തല്ലാറില്ല, ഒരാളെയും തല്ലരുതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതെ, വേദനിപ്പിച്ചിട്ടല്ലല്ലോ ഒരാളെന്നെ നമ്മൾ സ്വന്തമാക്കി നിർത്തുക എന്ന് പറയുന്നത്, ഒരിക്കലും അല്ല. അപ്പോൾ എനിക്കിത് എൻ്റെ മോൻ മാനിപ്പുലേഷനാണെന്ന് പറയുമ്പോൾ പോലും നമുക്ക് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അതായിരുന്നു എനിക്ക് ഹൈലൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എങ്ങനെ പറഞ്ഞു വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ, നിനക്കും കുട്ടികൾക്കും ലൈഫ് തന്ന ഒരാളാണ് ഞാൻ, മനസ്സിലായ? അതാണ് ആള്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് അതാണ്, ശരിയാണ്, 2 മക്കളുള്ള ഒരു സ്ത്രീനെ സ്നേഹിച്ചു കൂടെ നിർത്തേണ്ട ഒരു ആവശ്യം ഈ വ്യക്തിക്ക് ഇല്ലല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. മാരീഡ് അല്ലായിരുന്നു. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ ജീവിതം തരുന്നു സിനിമയിലൊക്കെ കാണുന്ന പോലെ. അതാണ് ആളും പറയുന്നത്, നിനക്കൊരു ജീവിതം തന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാനും ശരിയാണല്ലോ, എനിക്കൊരു ജീവിതം തന്ന. പക്ഷേ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, ഞാൻ ജോലി ചെയ്ത പൈസ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്, വീടിൻ്റെ റെൻറ്റ് കൊടുക്കുന്നത് ഞാനാണ്, വണ്ടിയുടെ EMI അടയ്ക്കുന്നത് ഞാനാണ്, എല്ലാം ഞാനാണ്. അപ്പം എനിക്ക് എന്തിനാണ് അപ്പുറത്തൊരാണ്? ഈ ചോദ്യം ഞാൻ അപ്പം ചിന്തിക്കുന്നില്ല. എനിക്കൊരു മെൻ്റൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ സങ്കടങ്ങൾ പറയാനോ എല്ലാത്തിനും ഷെയർ ചെയ്യാനോ ഒരാൾ. ഇപ്പം എനിക്ക് ഫിസിക്കൽ നീഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്നെ വേണ്ട. അത് മാത്രമാണ്. നമ്മൾ വേറൊരു കാര്യം കൂടെ അല്ല, അതായത് ഈ സൊസൈറ്റിയിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫും നമ്മളൊന്നൊരു അപ്ലിഫ്റ്റ് ചെയ്യും. അതെ, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ലേഡി എനി ടൈം അവൈലബിൾ ആണ് എന്നുള്ള ഒരു ഇമേജ് ഉണ്ട്. അതായത് ഞാനൊക്കെ ഇങ്ങനെ പറയുന്നതാണ്, വീടിന് മതിൽ കെട്ടിയതും മതിലില്ലാത്ത വീടെന്ന്. മതിലുള്ള വീടെന്ന് പറയുന്നത് പുരുഷനുള്ള വീടാണ്.
അവിടെ അങ്ങനെ അവിടെ ഒരാളുണ്ട് കയറി ആരും വരൂല. വരൂല. മതിലില്ലാത്ത വീട്ടിൽ എപ്പോഴും ആളുകൾക്ക് കയറാം. ശരിക്കും ഈ അഡ്രസ്സാണ് വേറൊരു അതായത് അഡ്രസ്സ് ഉണ്ട്. ആരാണ് എന്ത് ചെയ്യുന്നു, ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മിഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാൾ ആ കോളത്തിൽ ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പറയാൻ പറ്റും അവിടെ. എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ഉള്ള സ്ത്രീകളുടെ എല്ലാം ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം ഇതാണ്, മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് പുരുഷന്മാർ കൂടുതലും സ്ത്രീകളെ. എന്നാൽ ഒരുപാട് നല്ല ബന്ധങ്ങൾ നമ്മൾ കാണാറുണ്ട് നമ്മുടെ ചുറ്റുപാടും. പക്ഷേ മാനിപ്പുലേറ്റഡ് എന്ന് ഇപ്പം പറഞ്ഞല്ലോ, ആ മാനിപ്പുലേറ്റഡ് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? കാരണം പലർക്കും മനസ്സിലാവില്ല. അവർക്ക് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പം ഇന്നലത്തെ ആ പോസ്റ്റ് അത് എൻ്റെ ലൈഫായിട്ട് എനിക്ക് ഭയങ്കര റിലേറ്റഡാണ്. അതുകൊണ്ടാണ് ഞാൻ കണ്ട വഴിക്ക് തന്നെ പെട്ടെന്ന് എഴുതിയിട്ടതാണ് ഞാൻ 5 മിനിറ്റിൽ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെയാണ് അമ്മ ആ കൂട്ടുകാരൻ്റെ കൂടെ കൂടിയ കുട്ടീനെ തല്ലി എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. കാരണം ഈ ബന്ധം ഇപ്പോൾ ഞാൻ ഈ വ്യക്തി എന്നെ തല്ലി എല്ലാം പറഞ്ഞു എല്ലാം ആണെങ്കിൽ പോലും അവസാനിക്കാൻ നേരത്ത് ഈ വ്യക്തി എന്നോട് പറഞ്ഞ കാര്യം, ഈ ബന്ധം അവസാനിപ്പിക്കാൻ നേരത്ത് പറഞ്ഞത്, നീ നിൻ്റെ മക്കൾ പറയുന്നതേ കേൾക്കുള്ളൂ, നിൻ്റെ മക്കളാണ് നിനക്ക് പ്രയോറിറ്റി, അതുകൊണ്ടാണ് ഈ ബന്ധം ഇങ്ങനെ ആയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ ഒരൊറ്റയ്ക്ക് ഒരു കുട്ടികളെന്നെ വളർത്തിക്കൊണ്ടുവരികയാണ്. അച്ഛനും അമ്മയാണെന്ന് വിചാരിക്കുക. കുട്ടികൾക്കറിയാം അത് ഞങ്ങളുടെ അച്ഛനാണ്. അമ്മ ആ വ്യക്തിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതിൽ തെറ്റില്ല, സ്വന്തം അച്ഛനാണ്. കാരണം അച്ഛൻ വന്ന ശേഷമാണ് ഞങ്ങൾ അമ്മയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും മക്കളാണ് കേട്ടോ ഫസ്റ്റ് പ്രയോറിറ്റി. ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത്. പക്ഷേ ഒരമ്മയും മക്കളും ഒറ്റയ്ക്ക് ജീവിച്ച് അവർ സർവൈവ് ചെയ്ത ജീവിതം കെട്ടിപ്പടുക്കുന്നതാ ഒന്നിന്ന് തുടങ്ങിയിട്ട്. കാരണം ഞങ്ങൾ ഈവൻ ഒന്നുമില്ല, നാളെ ഞങ്ങൾ എന്ത് കഴിക്കും എന്ന് ചിന്തിച്ചിരുന്ന ഒരു പോയിന്റ് വരെ ഉണ്ടായിട്ടുണ്ട്. അന്ന് എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, എന്തു വന്നാലും ഫേസ് ചെയ്യാന്ന് പറഞ്ഞു. ആ സ്റ്റേജിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് ബിസിനസ്സൊക്കെ തുടങ്ങി ഞങ്ങളുടെ ജീവിതം ഒരു ലെവലിൽ എത്തിച്ച ശേഷമാണ് ഈ പറയുന്ന വ്യക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ ഈ വ്യക്തി എനിക്ക് ഒരിക്കലും ഫസ്റ്റ് പ്രയോറിറ്റി ആവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ചിന്തിക്കും, ഒരാൾ വന്നപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് രണ്ടാമതായി ചിന്തിക്കൂലേ, സ്വാഭാവികമല്ലേ. ഒരു പക്ഷെ മൂത്ത മോന് മനസ്സിലാവുമായിരിക്കും, ചെറിയ കുട്ടിക്ക് എങ്ങനെ മനസ്സിലാവും? അപ്പോൾ ഈ ബന്ധം തുടങ്ങുമ്പോഴേ ഞാൻ ആളോട് പറഞ്ഞായിരുന്നു, എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ മക്കളാണ്. അതിൻ്റെ പുറത്ത് എനിക്ക് എന്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ കുട്ടികളെ തന്നെ മക്കളായി കാണണമെന്നൊന്നും ഞാൻ ഒരാളോടും പറയില്ല. അത് ആർക്കും പറ്റില്ല. വേറൊരാളുണ്ടായ കുട്ടികളെ തന്നെ സ്വന്തം മക്കളായി കാണുന്ന വളരെ റയറായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ, വളരെ അപൂർവമാണ്. അവർ ദൈവം എന്ന് വിളിക്കാം നമുക്ക്. അതല്ലാതെ ഒരാൾക്കും അന്യൻ്റെ മക്കൾ നമ്മുടെ മക്കളാവുമൊന്നുമില്ല. അത് നമ്മൾ വെറുതെ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളെ നിങ്ങൾ മക്കളായി കാണണ്ട, എൻ്റെ മക്കൾ എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്, അവരെൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്, അവർ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കി സ്നേഹം എൻ്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ വേറൊരാൾക്ക് കൊടുക്കാൻ. ഞാൻ ഇന്നലെ ആ വരി കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ, വേറെ ആർക്കും കൊടുക്കാനും. അത് ഓക്കെ ആണെങ്കിൽ മാത്രം എൻ്റെ ജീവിതത്തിൽ വന്നാൽ മതി. അന്ന് ആ വ്യക്തിക്ക് അത് ഓക്കെ ആയിരുന്നു. പിന്നെ വന്ന ശേഷം നിനക്ക് മക്കളാണ്, ഞാനിപ്പോൾ എന്ത് കാര്യം ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ വ്യക്തിയോട് ചോദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുട്ടികളോട് ചോദിക്കും, എടാ അമ്മ ഇങ്ങനെ ചെയ്യുകയാണ്. അത് ഞാനൊരു 10 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ വന്നപ്പോൾ എൻ്റെ കുട്ടികളെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ ആൾക്ക് ഇതൊക്കെ പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് നിനക്ക് പ്രയോറിറ്റി അല്ലേ? പ്രയോറിറ്റിയാണ്. പക്ഷെ നമ്മുടെ കൂടെ 3 പേരുണ്ടെങ്കിൽ ആ 3 പേരും എനിക്ക് പ്രയോറിറ്റിയാണ്. 3 പേരുടെ അഭിപ്രായം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരോടും കൂടി ചോദിക്കുമ്പോൾ ഏതിനാണ് കൂടുതൽ, നമുക്കിപ്പോൾ 2 പേരെ ഏതാ സപ്പോർട്ട് ചെയ്യണേ അതല്ലേ നമ്മൾ എടുക്കാം. ഞാൻ ചെറിയൊരു ഉദാഹരണമായിട്ടോ പറയണേ. അപ്പോൾ എല്ലാ കാര്യത്തിലും എനിക്ക് മക്കൾ പ്രയോറിറ്റി ആയിരുന്നു. ഈവൻ ഞാൻ എല്ലാ അമ്മമാരുടെയും മാതിരി തന്നെ നമ്മൾ വീട്ടിലൊരു സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മ കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ട, അമ്മയ്ക്ക് ഇഷ്ടമല്ല, നിങ്ങൾ കഴിച്ചോ എന്ന് പറയുന്ന ഒരു സാധാരണ അമ്മയാണ് ഞാൻ. അത് എനിക്ക് ഇഷ്ടമില്ലാണ്ടെന്ന് ആവില്ല ചിലപ്പോൾ, പക്ഷേ ഇല്ല എനിക്ക് വേണ്ട, അതും കൂടി എൻ്റെ കുട്ടികൾ കഴിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പം എൻ്റെ മോൻ മിനിഞ്ഞാന്ന് കുക്കീസ് നന്നായി കുക്ക് ചെയ്യും, മൂത്താൾ കുക്കീസ് ഉണ്ടാക്കി. അപ്പോൾ എനിക്കത് കഴിക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ ഇല്ല 3 എണ്ണേ ഉള്ളൂ, അവർ ഫ്രണ്ട്സ് വരും കഴിച്ചോട്ടെ. അപ്പോൾ ഷുഗർ അല്ലേ, അമ്മ ഷുഗർ കട്ടാണ്. അത് ഷുഗർ കട്ട് ആയതുകൊണ്ടല്ല, ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കിയോണ്ട് എൻ്റെ ഷുഗർ കട്ടിനൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ അമ്മയ്ക്ക് ഷുഗർ കട്ടല്ലേ വേണ്ട. ഞാൻ അവരെ അങ്ങനെ കൺവിൻസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അവരൊരു സാധനം കഴിക്കാനിരിക്കുമ്പോൾ ഇന്നും എന്ത് കഴിക്കാനിരിക്കുമ്പോഴും ഞാൻ വെച്ചുണ്ടാക്കിയതാണെങ്കിലും അമ്മ കഴിച്ചോ എന്ന് ചോദിച്ചിട്ട് കഴിക്കുന്ന ഒരാളാണ് എൻ്റെ കുട്ടികൾ. ഇപ്പോഴും ചോദിക്കും, എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു വറുത്ത് വെച്ചൊരു മീനാണെന്നുണ്ടെങ്കിലും ഒരു ചമ്മന്തി അരച്ചതാണെന്നുണ്ടെങ്കിലും അമ്മയും കൂടി കഴിച്ചോ എന്ന് അവർ ചോദിക്കുമ്പോൾ ആ കുട്ടികൾ എനിക്ക് എത്ര പ്രയോറിറ്റി തരുന്നുണ്ടാവും. അത് തിരിച്ചെനിക്കത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെ കയ്യിലുണ്ട്. അപ്പം എൻ്റെ ലൈഫിൽ ഒരു വ്യക്തി വന്നു എന്ന് വെച്ചിട്ട് എനിക്ക് അവരാരും ഇല്ലാണ്ടാവില്ല, ആവില്ലല്ലോ. എനിക്ക് അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. അപ്പം അത് പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു ബന്ധത്തിൽ പോകുന്നത്. അതല്ലാതെ ഇല്ല നിങ്ങളാണ് എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി, നിങ്ങളല്ലേ എനിക്ക് സ്നേഹം തരുന്ന ഒരാൾ, ഇല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ നിങ്ങളല്ലേ, എനിക്കത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കളുള്ളൂ എന്നൊക്കെ എന്താ പറയുക, നമ്മൾ ഈ ഷുഗർ കോട്ട് ചെയ്ത വാക്കുകൾ പറഞ്ഞിട്ടൊന്നല്ല ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ചെല്ലുന്നത്.
ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ, എൻ്റെ മക്കൾ കഴിഞ്ഞിട്ടേ എനിക്ക് ആരുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്ത് വന്ന ഒരാൾക്ക് പിന്നെ ഈ ചേഞ്ച് വരുമ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ഞാൻ എൻ്റെ മക്കൾ കരയുന്നൊന്നും ചെയ്യില്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം ആ വാർത്തയിൽ പോലും കുഞ്ഞ് ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നെന്നാണ് മനസ്സിലാവുന്നത്, അമ്മയില്ല. ആ കുട്ടിയുടെ മാനസിക ആഘാതം എന്ന് പറയുന്നത് അമ്മ നോക്കി നിന്നു എന്നാണോ? എനിക്ക് അതാണ് ഭയങ്കര ഫീല്. എനിക്കതാ ഫീല്. അതെനിക്ക് മനസ്സിലായില്ല. എനിക്ക് മറ്റൊരാള് ഒരു കുഞ്ഞില്ലാതെ പോലും ശരണയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. പിന്നെ ഇല്ല, ഒരു കുട്ടിയില്ല, കുട്ടിയില്ല, ഞാനൊരു അമ്മയല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കിതൊന്നും ആവണ്ട, പക്ഷെ നമുക്കൊരു പെയിൻ അറിയണമെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത് ആ സമയം നമ്മളാണെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മളെ തള്ളി പറയുന്നൊരവസ്ഥ, അയ്യോ ചിന്തിക്കാൻ എനിക്ക് പറ്റണില്ല. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമമായി. അത് ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ ആ കുട്ടിയുടെ ഉള്ളിൽ പെയിനായിട്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടോ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കണം, കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അപ്പം ഞാനും ഇങ്ങനെ അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം കൺമഷി തന്നെയാണെങ്കിൽ ഇത് തുറന്ന് പറയാനൊരു ധൈര്യം വേണം. കൺമഷി, എനിക്ക് എൻ്റെ എത്ര മക്കളുണ്ട്, ഇപ്പം തന്നെ ഞാൻ ഇതായിട്ട് പറഞ്ഞല്ല, എൻ്റെ വീഡിയോയിൽ ഞാൻ പണ്ട് ജ്യോതി എന്ന് പറഞ്ഞൊരു ചേച്ചി ചെയ്തിട്ടുണ്ട്. അവർക്ക് 2 പെൺമക്കളും ഒരു ആൺകുട്ടിയാണ്. അവരിതുപോലെ ഡ്രസ്സ് സ്ലീവും ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് ആ ഇൻ്റർവ്യൂവിൽ അവരനുഭവിച്ച ജീവിതങ്ങളൊക്കെ ആർക്കും വേണ്ട. അമ്മ എന്താ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടേക്കുന്നത്, മക്കളോട് പറയൂ നല്ല ഡ്രസ്സ് അമ്മയോട്. ആ കുഞ്ഞുങ്ങൾക്കും കൂടെ നാണക്കേട്. ആ പിള്ളേർ ആ അമ്മേനെ നോക്കുന്നുണ്ടല്ലോ. നിങ്ങളെയൊക്കെ പരിചയപ്പെടുമ്പോഴാണ് ശരിക്കും ഞാൻ ഫീൽ ചെയ്യുന്നത്, നിങ്ങളൊക്കെ പ്രൗഡ് മോംസാണ്. നിങ്ങളുടെ ഈ ലോകമൊന്നും വേണ്ട, നിങ്ങളായിട്ട് ഭൂമിയിലോട്ട് കൊണ്ടുവന്ന ജീവനുകളുണ്ടല്ലോ. പോടാ എന്ന് പറയുന്നുണ്ടല്ലോ, പോടല്ല, സമൂഹത്തിന് മേലിൽ നടുവിരൽ ഒരുത്തുന്നേ. ചേട്ടനെ കുറച്ച് മുന്നേ ചോദിച്ചില്ലേ മാനിപ്പുലേഷൻ എന്തായിരുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഇതിൽ ആദ്യത്തെ കാര്യം, നിനക്കും മക്കൾക്കും ജീവിതം തന്നൊരാള് ഞാൻ, ഫസ്റ്റ് പോയിന്റ്. അപ്പൊ നമുക്കും വാവ്, നായകനാണ്, നമ്മുടെ ഹീറോ ആണ്. കാരണം 2 കുട്ടികളുള്ള ഒരു സ്ത്രീനെ ആര് സ്വീകരിക്കും? സ്വാഭാവികമായിട്ട് ഒരു ലേഡി ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്തൊരു കുറവായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. മീൻസ് നമുക്ക് കുറവായിട്ടാണല്ലോ അവര് നമുക്കത് പ്രൊജക്ട് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം, എന്തിനാണ് ഒരാള് ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളം ഉണ്ട്, നമ്മൾ പൈസ സമ്പാദിക്കുന്നുണ്ട്, മക്കളുണ്ട്, ഫുള്ളി സപ്പോർട്ടായിട്ടുള്ള മക്കൾ. ഇപ്പം മക്കൾ നമ്മളതിനെ കെയർ ചെയ്യാത്ത മക്കളാണെങ്കിലും ഓക്കെ, നമുക്ക് എല്ലാത്തിനും സപ്പോർട്ടീവായിട്ടുള്ള മക്കളുണ്ട്. അപ്പോൾ നമുക്ക് എന്തിനാ ഒരു പാർട്ട്ണർ, നമുക്ക് ബുദ്ധി ചിന്തിക്കും. പക്ഷെ നമ്മുടെ മനസ്സുണ്ടല്ലോ, നമുക്ക് ഒരാൾ കൂടെ വേണം, ഒരു കൂട്ട് വേണം, നമുക്ക് സ്നേഹിക്കാൻ, നമ്മുടെ കൂടെ യാത്ര ചെയ്യാനാണെന്നുണ്ടെങ്കിലും എല്ലാം ഷെയർ ചെയ്യാനാണെങ്കിലും ഒരാൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ജയിക്കണത് മനസ്സാണ്. ബുദ്ധി ജയിക്കുകയാണെങ്കിൽ നമ്മളിത് ഒന്നും അനുഭവിക്കേണ്ടി വരില്ല. അപ്പോൾ മനസ്സ് ജയിക്കുന്നിടത്ത് ഒരാൾ വരും നമ്മുടെ ലൈഫിൽ. അപ്പോൾ ആ വരുന്ന സമയത്ത് ഈ വ്യക്തിക്ക് നമ്മൾ തേനെ പോലെ ഒക്കെ തന്നെയായിരിക്കും. വരുമ്പോൾ ആൾ പറയും നിങ്ങൾക്കൊരു ലൈഫ് തന്ന ഒരാൾ. അപ്പോൾ നമ്മളും അത് ശരിയാണ്, നമുക്കൊരു ജീവിതം തന്ന ഒരാൾ. നമുക്ക് ജീവിതം ഒരാളും തരാനുള്ളതൊന്നുമല്ല, നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കേണ്ടതാണ്. ഒരാൾക്കും തരാൻ പറ്റില്ല. അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും. നമുക്ക് ശരണ്യക്ക് ശരണ്യയുടെ ലൈഫല്ലേ, എനിക്ക് എൻ്റെ ലൈഫാണ്, എൻ്റെ മക്കൾക്ക് അവരുടെ ലൈഫാണ്. എനിക്ക് അവർക്ക് ലൈഫ് കൊടുക്കാനൊന്നും പറ്റുമോ? ഇല്ല. അവർ വളർന്നു വരുന്ന ഒരു പോയിന്റ് വരെ പ്രൊട്ടക്ഷൻ കൊടുക്കാം, അവർക്ക് കൊടുക്കാം, സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാം ജീവിക്കാനുള്ളത്. അല്ലാതെ അവർക്കൊരു ജീവിതം കൊടുക്കലൊന്നും ആരെ കൊണ്ടും പറ്റില്ല. അത് അവർ കണ്ടെത്തി അവർക്കായിട്ട് വരുന്നതാണ്. ഇപ്പൊ അവർക്കൊരു പാർട്ട്ണർ വരുമ്പോൾ ഇപ്പൊ ഞാൻ എൻ്റെ മൂത്തമ്മനോട് ചോദിക്കാറുണ്ട്, എടാ നിനക്കൊരു പാർട്ട്ണർ വന്നാൽ നിനക്ക് അമ്മയായിരിക്കോ പാർട്ട്ണറായിരിക്കോ ഇമ്പോർട്ടൻസ്? അവൻ്റെ മൂത്തേക്ക് പറയാറുണ്ട് എനിക്ക് പാർട്ട്ണറാണ് ഇമ്പോർട്ടൻറ്റ്. കറക്റ്റാണ് അവൻ പറയുന്നത്. ഞാൻ എവിടെ പോയി എന്തിൽ പോയി പെട്ടാലും, എന്ത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും തിരിച്ചു വരുമ്പോൾ എൻ്റെ അമ്മ എന്നെ സ്വീകരിക്കും, പക്ഷെ എൻ്റെ പാർട്ട്ണർ സ്വീകരിക്കില്ല. ശരിയല്ലേ പറയുന്നത്? പാർട്ട്ണർക്ക് എപ്പോഴും നമ്മൾ നല്ലതായിരിക്കണം. അത് എൻ്റെ കാര്യത്തിലാണെങ്കിലും ശരണ്യയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേരുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കേണ്ടത് പാർട്ട്ണറുടെ അടുത്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ട്ണർ എൻ്റെ ലൈഫിൽ വരുമ്പോൾ നിനക്കും മക്കൾക്കും ജീവിതം തന്ന ഒരാൾ, എനിക്ക് ആ വ്യക്തി ദൈവമായിരുന്നു. പക്ഷേ ഇതിൽ വേറൊരു സൈഡ് ഉണ്ട്. എൻ്റെ ലൈഫിൽ ഈ വ്യക്തി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ലൊരു ജോലിയില്ല, നല്ലൊരു പ്രൊഫൈലില്ല. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന, അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് കൂടുന്നത് കണ്ടു വളർന്ന, എല്ലാ ട്രോമയുള്ള ഒരാൾ. അപ്പം എനിക്ക് സ്നേഹം എന്നതിനേക്കാൾ കൂടുതൽ ഈ വ്യക്തിയോട് സഹതാപമായിരുന്നു കുറേ. കാരണം എൻ്റെ കുട്ടികൾ വഴക്ക് കണ്ട് വളർന്ന കുട്ടികളാണ്. അമ്മ ഉപദ്രവിക്കുക അത് പക്ഷെ ഒരിക്കലും സ്വബോധത്തിലല്ലെങ്കിൽ പോലും ചെറിയ മോൻ അങ്ങനെയൊന്നും അധികം കണ്ടിട്ടില്ല, പക്ഷെ മൂത്ത മോൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഒരു വളരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തടത്ത് വളർന്ന കുട്ടികളാണ് എൻ്റെ. അപ്പോൾ അതേ അവസ്ഥയിൽ വന്ന ഒരാൾ, ഓക്കെ എനിക്ക് പാവം തോന്നി, ശരി നമ്മുടെ ലൈഫിൽ ഒരാൾ വന്നാൽ ഞാൻ എപ്പോഴും ഒരു പാർട്ട്ണർ വരുമ്പോൾ ചിന്തിക്കുന്നത് വെൽ സെറ്റിൽഡ് ആയ ഒരു പാർട്ട്ണർക്ക് വേണ്ട, ഒരുമിച്ച് വളരുമ്പോൾ കണക്ഷൻ കൂടും എന്ന് ചിന്തിച്ച ഒരാളാണ് ഞാൻ. തെറ്റാണ് കേട്ടോ, അത് സീരിയസ് ആയിട്ട് ഞാൻ പറയാം. കാരണം നമ്മുടെ കൂടെ നിന്ന് ഇത്തിൽക്കണ്ണി പോലെ നിന്നിട്ടെന്ന് പറയേണ്ടി വരും ഒറ്റ വീടിൽ.
നമ്മളതിനെ ഉറ്റി ഇല്ലാതാക്കി സിമ്പിളായിട്ട് അവർ ഇറങ്ങിപ്പോകും. കാരണം അവർക്ക് നമ്മളോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. കമ്മിറ്റ്മെൻറ്റ് ആവശ്യം അവർക്കില്ല. കാരണം അവരുടെ കുട്ടികളല്ല. ആണോ? അല്ലല്ലോ. ആ കുട്ടികൾ എങ്ങനെയായാലും അവർക്ക് കുഴപ്പമില്ല. ഇപ്പം ഈ വ്യക്തി ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ എങ്ങനെയായാലും ആ വ്യക്തിനെ ബാധിക്കുന്നില്ല. എൻ്റെ ലൈഫിൽ വരുമ്പോൾ ഈ വ്യക്തി ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല പ്രൊഫൈലുള്ള ആളോ നല്ലൊരു ജോലിയുള്ള ആളോ ഒന്നുമല്ല. പക്ഷേ 4 വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ജീവിക്കാനുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടാണ് ആൾ ഈ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ആൾക്ക് ജീവിക്കാനുള്ള, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എനിക്ക് ആളെപ്പറ്റി അങ്ങനെയും കൂടി ആളെന്നെ ഫേമസ് ആക്കി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ വ്യക്തിക്ക് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ, ഈ വ്യക്തി ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് ബാക്കി കിട്ടിയത് ഡിപ്രഷനാണ്. ഡിപ്രഷൻ മാത്രമാണ്. മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക, എന്താ പറയുക, എൻ്റെ ബിസിനസ് ഞാൻ നോക്കാതിരിക്കുക, ഇതൊക്കെ ഈ മാനിപ്പുലേഷൻ്റെ പുറത്ത് വന്നിട്ടുള്ളത്. കാരണം ഈ വ്യക്തി ഇറങ്ങി പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇതെല്ലാം എൻ്റെ തെറ്റാണ്. ഞാൻ എടുത്ത ഒറ്റ തീരുമാനം എന്ന് പറയുന്നത് എൻ്റെ കുട്ടികളാണ് എനിക്ക് ഇമ്പോർട്ടൻസ് എന്ന് ആ വ്യക്തി പറഞ്ഞു. അതായിരുന്നു, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അവരായിരുന്നു എനിക്ക് ഇമ്പോർട്ടൻറ്റ്. അതിൽ മാത്രം ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് മാത്രം മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റാൻ ഈ വ്യക്തിക്ക് പറ്റിയിട്ടില്ല. അതൊക്കെ ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ഇപ്പം ഞാനൊരു ആസ് എ വൈഫ് ഞാൻ സക്സസ് ആയിരുന്നു എന്ന് ഞാൻ പറയില്ല. തെറ്റുകളൊക്കെ എൻ്റെ ഭാഗത്തും പറ്റിയിട്ടുണ്ടാവും. ഒരു കാമുകി, ഒരു മകള്, ഒരു കൂട്ടുകാരി, ഈ രീതിയിലൊക്കെ ഞാൻ ഫെയിലിയർ ആയിട്ടുണ്ടാവും പലയിടത്തും. പക്ഷെ 100% ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും, ആസ് എ മോം ഞാൻ അടിപൊളിയാണ്. കാരണം അതെനിക്ക് പറയാൻ പറ്റും, അഹങ്കാരത്തോടെ പറയാൻ പറ്റും. കാരണം ഞാൻ അത്ര നന്നായിട്ട് മക്കളെ വളർത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അത്രയും പ്രൗഡായിട്ട് പറയാൻ പറ്റും. ഇന്നീ നിമിഷം വരെ എൻ്റെ തല എവിടെയും കുനിയുന്നതും ഞാൻ കരയുന്നതായ ഒരു കാര്യം എൻ്റെ കുട്ടികൾ ചെയ്തിട്ടില്ല. നാളത്തെ കാര്യം എനിക്കറിയില്ല. നമ്മൾ ഭയങ്കര അഹങ്കാരത്തിൽ ഇത് പറഞ്ഞ് സോഷ്യൽ മീഡിയയാണ്, ഈ വീഡിയോ ഇവിടെ കിടക്കും, നാളെ എൻ്റെ കുട്ടികൾ എന്താ ചെയ്യാൻ പോണേന്ന് എനിക്കറിയില്ല. ഇത് എടുത്തിട്ട് എന്നെ ആൾക്കാരിട്ട് അലക്കും അല്ലേ. പക്ഷെ ഇന്നീ നിമിഷം വരെ എനിക്ക് ഭയങ്കര അഭിമാനത്തിൽ പറയാൻ പറ്റും. എവിടെയും പോയിട്ട് ഇപ്പോൾ മാനവിൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ എനിക്ക് പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റും, മാധവിൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റും. എന്ന് വെച്ചിട്ട് ഇവർ സ്കൂൾ ഫസ്റ്റ് വാങ്ങി വന്ന കുറേ മാർക്ക് വാങ്ങി വന്ന കുട്ടികളൊന്നുമല്ല, ആവറേജ് സ്റ്റുഡൻസ് ആണ്. തോറ്റു വന്ന് നിന്നിട്ടുണ്ട് എൻ്റെ മുന്നിൽ, അമ്മ ഈ വിഷയത്തിൽ പൊട്ടി, സാരമില്ലടാ നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം, അത്രയേ ഉള്ളൂ. ആ കോൺവെർസേഷനെ വരെ അവിടെ കഴിഞ്ഞു. പക്ഷേ ഞാനൊന്ന് വയ്യാതെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ, ചൂടുവെള്ളം വേണോ, ഇല്ലെങ്കിൽ അത് വേണോ, ഇത് വേണോ, അമ്മ ഓക്കെ അല്ലേ, അമ്മ കഴിച്ചോ. ഇപ്പോൾ വീട്ടിലിപ്പോൾ ശരണ്യ വന്നപ്പോൾ തന്നെ ഈ സോഫ മാറ്റിയപ്പോൾ ഇതിൻ്റെ താഴെ പൊടി ഉണ്ടായിരുന്നു, ഞാനല്ല അത് ക്ലീൻ ചെയ്തത്, എൻ്റെ ചെറിയ മോൻ വന്നിട്ടാണ് അത് ക്ലീൻ ചെയ്തല്ലേ. അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ അമ്മ വാക്വം ക്ലീനർ എവിടെ ഇരിക്കുന്നത്, ഞാൻ ക്ലീൻ ചെയ്യാം. അമ്മ ഡ്രസ്സ് മാറിയില്ലേ എന്നാണ് ചോദിച്ചത് എൻ്റെ അടുത്ത്. അമ്മ ഡ്രസ്സ് മാറി നിൽക്കല്ലേ, ഞാൻ ചെയ്തോളാം. അത് ഞാൻ വളർത്തിയതാ. കാരണം ഇത് അടിച്ചു വരുന്നത് തുടയ്ക്കുന്നത് അമ്മയുടെ മാത്രം ഡ്യൂട്ടിയാന്ന് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറയാം, അമ്മ ചൂലെടുത്ത് അടിച്ചു അല്ലേ. അങ്ങനെ ഞാൻ ചെറുപ്പം തൊട്ടേ വളർത്തിയിട്ടില്ല. അപ്പം ഞാൻ എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്കൊരു നല്ല പാർട്ട്ണറെ കിട്ടിയിട്ടില്ല എൻ്റെ ലൈഫിൽ. പക്ഷെ എൻ്റെ മക്കൾ നല്ല പാർട്ട്ണറായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വളർത്തിയത്, നല്ല മകനായിരിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം അവരുടെ ലൈഫിൽ വരുന്ന ഒരു പെൺകുട്ടിക്ക് അവരെപ്പോഴും നല്ല പാർട്ട്ണറായിരിക്കണം. എനിക്കത് ഭയങ്കര നിർബന്ധമാണ്. ഇപ്പം അവർ നല്ല പാർട്ട്ണറാണെങ്കിൽ അവർക്ക് കിട്ടുന്ന പാർട്ട്ണറും അത് തിരിച്ചു കൊടുക്കുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ എൻ്റെ മകൻ ഒരു പെൺകുട്ടീനെ നന്നായി കുക്ക് ചെയ്യും, രണ്ടുപേരും. 13 വയസ്സുള്ള ആൾ വരെ ഇപ്പം ചിലപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കയറി വരുമ്പോൾ ചോദിക്കാടാ അമ്മ, എന്നോട് വന്ന് ചോദിക്കാം അമ്മ എന്താ കഴിക്കാൻ, വയ്യടാ ഒന്നും ഉണ്ടാക്കിയില്ല, ചോദിക്കാം അമ്മ ബ്രെഡ് ഇരിക്കണ്ട, മുട്ട ഇരിക്കണ്ട, ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. അങ്ങനെയാണ്. അപ്പോൾ അത് അവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ പാർട്ട്ണർ അവർക്ക് കുക്ക് ചെയ്ത് എടുത്തു വെക്കണം എന്നുള്ള ചിന്താഗതിയൊന്നും അവർക്ക് ഉണ്ടാവരുത് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ ഈ ടയേർഡാവലും സങ്കടവും വിഷമവും മൂഡ് സ്വിങ്സും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഒരാളൊരു സങ്കടത്തിലാണെങ്കിൽ പോലും എനിക്ക് കുക്ക് ചെയ്ത് അവിടെ വിളമ്പി വെച്ചിട്ടുണ്ടാവണം എന്നൊരു ചിന്താഗതി വരരുത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ഞാനൊരു ഫെമിനിസ്റ്റ് ഒന്നല്ല കേട്ടോ, സത്യമായിട്ടും പറയാം. എനിക്കറിയാം എനിക്കൊരു ആണില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരാളാണ്, ഞാൻ ഓപ്പണായിട്ട് പറയാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രണയം പൊട്ടി, ഇനിയൊരു പ്രണയത്തിൽ ഞാൻ പോവില്ല എന്ന് എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. എനിക്ക് നല്ലൊരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്നേഹിക്കും, ഉറപ്പാണ്. അപ്പോൾ ആൾക്കാർ പറയാം ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അതെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിയുമ്പോഴല്ലേ ഒന്ന് നിർത്തിക്കൊണ്ട് ഒന്നിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇപ്പം ഞാൻ ഈ റിലേഷൻഷിപ്പ് ഈ മാനിപ്പുലേഷൻ്റെ കേസ് പറഞ്ഞല്ലോ, അപ്പോൾ അത് എന്നേക്കാൾ കൂടുതൽ മനസ്സിലായത് എൻ്റെ മൂത്തമ്മനാണ്. അവൻ ഇത് തുടങ്ങിയ കാരണം ഒരാണിന് നന്നായി മനസ്സിലാവും. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ടേ പറഞ്ഞു തുടങ്ങി അമ്മ അത് മാനിപ്പുലേഷനാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമ്മ ഇങ്ങനത്തെ ഒരാളെ ഡിസർവ് ചെയ്യുന്നില്ല, അമ്മേനെ പോലത്തെ ഒരാളെ അയാൾ ഡിസർവ് ചെയ്യുന്നില്ല, വിട്ടേക്ക് വേണ്ട, നല്ലൊരാൾ വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ എൻ്റെ കുട്ടി പറഞ്ഞപ്പോഴും ഞാൻ ഇല്ല, അങ്ങനെ ഒരാളെ നമുക്ക് അങ്ങനെ കറിവേപ്പില മരി ജീവിതത്തിൽ എടുത്ത് കളയാൻ പറ്റൂല, നോക്കാം, നമ്മൾ എന്ത് കാര്യം ശരിയാവോ എന്ന് നോക്കൂലേ, ഒരു ലാസ്റ്റ് വരെ അത് നോക്കുന്ന ഒരാളാണ് ഞാൻ. അത് ലാസ്റ്റ് വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബന്ധം ഇല്ലാണ്ടായാലും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. പക്ഷേ ആ ബന്ധം അവസാനിച്ച ശേഷം എൻ്റെ മോൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ആദ്യത്തെ കാര്യം, ഇനിയൊരു ബന്ധം ഞാൻ സമ്മതിക്കില്ല. അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇനി അമ്മയ്ക്കൊരു റിലേഷൻഷിപ്പ് വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ഈവൻ ഞങ്ങൾ പുറത്ത് പോവുകയാണ്, പഠിക്കുകയാണ്, എന്ത് തന്നെയാണെങ്കിലും ഞാൻ പോകുമ്പോൾ അനിയൻ നമ്മുടെ കൂടെ ഉണ്ടാവും,
അനിയൻ പോകുമ്പോൾ ഞാൻ നമ്മുടെ കൂടെ ഉണ്ടാവും, അമ്മ ഒറ്റയ്ക്കാവില്ല. ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യമാണ്, എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. കാരണം അവരിപ്പോഴത്തെ ആ ഒരു പ്രായത്തിന്റെ പുറത്ത് പറയുന്നതാണ്. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ഫാമിലിയൊക്കെ ആവുമ്പോൾ അമ്മേനെ നോക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരുടെ പാർട്ണർ അവരുടെ കാര്യം നോക്കി പോകും, ഇല്ലേ? തീർച്ചയായും. അപ്പൊ ഇത് എനിക്കറിയാം. പക്ഷെ അവരെന്റെ സങ്കടം കാണാൻ പറ്റാത്തതുകൊണ്ടാണ് പറഞ്ഞത് അമ്മയ്ക്ക് ഇനി ആരും വേണ്ട, ഞങ്ങൾ മതി. ഓക്കെ, ശരി, സമ്മതിച്ചു ഞാൻ. ഇതേ മോൻ അത് കഴിഞ്ഞ് ഒരു 4 മാസം വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളിടയ്ക്ക് സംസാരിക്കാൻ തോന്നുമ്പോൾ ഒരു ചായ കുടിക്കാൻ പോകും, ഞാനും മൂത്താളും കൂടി. അമ്മ ഒരു കാപ്പി കുടിച്ചിട്ട് വരാം, ഞാൻ കാപ്പിയുടെ ആളാണ്, കുടിച്ചിട്ട് വരാം എന്ന് പറയും. അപ്പോൾ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ എനിക്ക് അറിയാം അവൻ എന്നോട് സംസാരിക്കാനുണ്ട്, എന്തെങ്കിലും സംസാരിക്കാനുണ്ട് എന്ന് തോന്നും. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അമ്മോട് ഇങ്ങനെ ബ്രേക്കപ്പ് ആയ സമയത്ത് പറഞ്ഞായിരുന്നു, ഇനി റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട, നമുക്ക് നമ്മൾ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് സോറി പറയാനാണ് അമ്മ. അപ്പോൾ ഞാൻ എന്തിനാടാ സോറി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്കറിയാം അമ്മ ഇൻഡിവിജ്വലായ ഒരാളാണ്, അമ്മയ്ക്ക് എല്ലാ ഫീലിങ്സും ഉണ്ട്. 18 വയസ്സായ ഒരു കൊച്ച് 40 വയസ്സായ ഒരു അമ്മോട് അത് പറയുമോ എന്ന് എനിക്കറിയില്ല, അതിന് പറഞ്ഞതിന് എൻ്റെ കൊച്ചിനെ പൊങ്കാലിടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞേ, അമ്മയ്ക്ക് ഫിസിക്കലി മെൻ്റലി എല്ലാ നീഡ്സുള്ള ഒരാളാണ്, അമ്മ ഇൻഡിവിജ്വലായ ഒരാളാണ്, ഒരു റിലേഷൻഷിപ്പ് വേണം, അമ്മനെ സ്നേഹിക്കാൻ ഒരാൾ വേണം എന്നൊക്കെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പം ഞാനത് അന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. അപ്പം ഞാൻ ചോദിച്ചു അവൻ്റെ അടുത്ത്, ഇത് നീയെ വേറെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് പറയുന്നതാണോ, ഇല്ലേ നിനക്ക് തോന്നിയിട്ട് പറയുന്നതാണോ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്കാരും പറഞ്ഞതൊന്നല്ല, പക്ഷേ അമ്മ ഒറ്റയ്ക്കായി പോവും, എനിക്കും ഉണ്ണി എന്ന് പറഞ്ഞ അനിയനും എന്നും നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റൂല. അപ്പോൾ അന്ന് ആ ഒരു ഞങ്ങളുടെ ലൈഫൊക്കെ സെറ്റിൽ ആവുന്ന സമയത്ത് അമ്മ നല്ല ഏജ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ പോയി അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരുടെ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് അവർ ജോലിയായി പോകുമ്പോൾ എനിക്ക് നല്ല പ്രായമായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇനി ആൾക്കാർ എന്ത് വിചാരിക്കും, ആ ഒരു തോട്ട് വരും. അത് എന്നേക്കാൾ കൂടുതൽ എൻ്റെ കുഞ്ഞ് ചിന്തിച്ചത്, എനിക്കൊരു കൂട്ട് വേണമെന്നുള്ളതല്ല, എൻ്റെ മോനത് ചിന്തിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അവൻ പറഞ്ഞ എൻ്റെ അടുത്ത്, അമ്മ നല്ലൊരാളെ കണ്ടുപിടിച്ച് ഒരിക്കലും ഓടിപ്പോയി കല്യാണം കഴിക്കണ്ട. എൻ്റെ അടുത്ത് അതാ പറഞ്ഞത്, ഡേറ്റ് ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ പരിചയപ്പെട്ട് കുറച്ച് നാൾ സംസാരിച്ച് ഓക്കെ ആണോ നോക്കി അമ്മേനെ ആ വ്യക്തി റെസ്പെക്റ്റ് ചെയ്യുമോ നോക്കുക. അമ്മേനെ സ്നേഹിക്കുമോ എന്നുള്ളത് കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുമോ നോക്കുക. തിരിച്ചും അമ്മ റെസ്പെക്റ്റ് ചെയ്യണം, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയായിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. കാരണം കഴിഞ്ഞ റിലേഷൻഷിപ്പിൽ ഞാനായി ഇരുന്നിട്ടില്ല. എൻ്റെ ഒരു കൂട്ടുകാരി 2-3 വട്ടം ഇവിടെ വന്ന് നിന്ന് പോകുമ്പോൾ പോലും അവൾ എന്നോട് മാറ്റി നിർത്തി ചോദിച്ചിട്ടുണ്ട്, മീനു നീ ഓക്കെ ആണോ, നീ ഈ ബന്ധത്തിൽ ഹാപ്പി ആണോ? കാരണം ഞാൻ എനിക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാറില്ല, ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇടാറില്ല, എനിക്കിഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യാറില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അത് ഇഷ്ടമല്ല, അപ്പോൾ ശരി ഓക്കെ, ആൾക്ക് ഇഷ്ടമുള്ള പോലെ ഇരിക്കുക. ഞാൻ മോഡലിംഗ് ചെയ്തിരുന്ന ഒരാളാണ്, അത് വെച്ചാൽ പ്രൊഫഷനായിട്ടൊന്നല്ല, പാഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ കഴിഞ്ഞ 4 കൊല്ലം ഞാനിതൊന്നും ചെയ്തിട്ടില്ല. 3 കൊല്ലത്തോളം ഞാൻ ഫേസ്ബുക്കിന്നേ മാറി നിന്നിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് നീ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ എനിക്കത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല, എനിക്ക് ആ വ്യക്തിയായിരുന്നു പ്രയോറിറ്റി. ആ സമയത്ത് എനിക്കത് ഓക്കെ ആയിരുന്നു കേട്ടോ, എന്നെ നിർബന്ധിച്ച് അങ്ങനെ മാറ്റിയതൊന്നല്ല. പക്ഷെ ഇത് കഴിഞ്ഞ് വന്ന് ഞാനിത് ഓവർകം ചെയ്ത് വന്നപ്പോൾ പഴയ ഞാനല്ല പിന്നെ ഉള്ളത്. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞ് പറഞ്ഞ കാര്യം, അമ്മയ്ക്ക് അമ്മയായിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ റെസ്പെക്റ്റ്ഫുള്ളി ബന്ധം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞു തീർക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരാളെ കിട്ടിയാൽ അമ്മ നോക്കിക്കും. പക്ഷെ ഒരിക്കലും ഈ പറയുന്ന വ്യക്തി ഞങ്ങൾക്കൊരു പാരൻ്റ് ആവുമോ എന്നുള്ളത് അമ്മ ചിന്തിക്കേണ്ട. ഞങ്ങൾക്കൊരു പാരൻ്റ് വേണ്ട. കാരണം ഞാൻ 18 വയസ്സായ ഒരാളാണ്, അനിയന് 13 വയസ്സ് കഴിഞ്ഞു, അവന് ഞാനുണ്ട് പാരൻ്റായിട്ട്, അവനെ ഞാൻ നോക്കിക്കോളാം. സോ ഞങ്ങളേനെ നോക്കാൻ ഒരാൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അച്ഛനാവാൻ ഒരാളെ അമ്മ കണ്ടുപിടിക്കണം, ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ അമ്മയ്ക്ക് നല്ലൊരു പാർട്ട്ണർ ആവുന്നുണ്ടെങ്കിൽ അമ്മ ഒരാളെ നോക്കിക്കോ, സെലക്ട് ചെയ്തോ, ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് എത്ര കുട്ടികൾ അത് പറയും? തീർച്ചയായും. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഞാൻ ഇത് കേൾക്കുന്ന എത്ര പേർക്ക് മനസ്സിലാവണമെന്ന് അറിയില്ല. ഒരുപാട് സ്ത്രീകൾക്ക് ഇങ്ങനെ, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടതിനകത്ത് പലരും കമൻ്റ് ഇട്ടത്, എൻ്റെ വീട്ടിലെ അവസ്ഥ ഇത് തന്നെയാണ്, എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല, നമുക്കും ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് ഈ വീട്ടിലെങ്ങനെയാണ് അവതരിപ്പിച്ചത്? ഈ കുഞ്ഞുങ്ങളെ ഇറക്കി എങ്ങോട്ടാണ് പോയതെന്ന്? ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ പുറത്ത് ജോലിക്ക് പോയി ദുബായിൽ. കാരണം എൻ്റെ ആവശ്യം, എനിക്ക് എൻ്റെ ഭർത്താവില്ലാതെ അങ്ങനെയല്ല, ഡിവോഴ്സൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അവിടുന്ന് മാറി നിൽക്കാം. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ആവശ്യം. കാരണം ഡിവോഴ്സ് ചെയ്യാൻ ധൈര്യമില്ല. ആദ്യം നമുക്ക് ഡിവോഴ്സ്, എൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയാനുള്ള ധൈര്യമില്ല. കാരണം എൻ്റെ തറവാട്ടിലെ ആരും ഡിവോഴ്സ് ചെയ്തിട്ടില്ല ആ സമയത്ത്.